ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളെ എത്ര ശതമാനമാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തംബ്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇതൊരു പൈൽ റീഡിംഗ് ആണ്. ഞാനിവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ റീഡിങ്ങിലും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഇതിനോടകം തന്നെ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്കുള്ള ഒരു സ്പ്രെഡാണ് നമ്മൾ ആദ്യം എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ എത്ര ശതമാനമാണ് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ള അത് ആത്മീയ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു സോൾഫുൾ അട്രാക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അവർ നിങ്ങളെ ഫസ്റ്റ് കണ്ട സമയം മുതൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഫീലിങ്സ് തോന്നിയിരുന്നു. അത് സാധാരണ ഒരു അട്രാക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കെയറിങ്ങും ഒരു കൺസേണും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു ഇമോഷണൽ കെയർ കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ വിഷമിക്കുമ്പോൾ സ്ട്രെങ്ത് നൽകാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു അവർ. പക്ഷെ ചിലപ്പോഴൊക്കെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലൊരു ഡൗട്ട്, കൺഫ്യൂഷൻ, ഈഗോ കോൺഫ്ലിക്ട്സുകൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ പല ഒരു ഡിഫറൻസുകളുള്ള വ്യക്തികളായിരിക്കും. കാസ്റ്റിന്റെ കാര്യത്തിലായിരിക്കാം, റിലീജിയസ് കാര്യങ്ങളിലോ സാമ്പത്തികപരമായ കാര്യങ്ങളിലോ ഒക്കെ ഒത്തിരി ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് ഒരു ഡൗട്ട് ഉള്ളതായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണിനെ നമുക്കിവിടെ ഒരു സൈലന്റ് ലവർ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ശാന്തമായ രീതിയിൽ ഒരു സൈഡിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പറയാം. അവർക്ക് ഒരു 100% ഫീലിങ്സ് അവർക്കുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാതെ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ നോക്കിയാൽ ഇവരൊരു സൈലന്റ് ലവർ ആണെന്ന് പറയേണ്ടി വരും. അപ്പൊ അവരുടെ ഹൃദയം നിറച്ച് സ്നേഹമുണ്ട്, പക്ഷെ ഓപ്പൺ ആയി പറയാനായിട്ട് അവർക്ക് ധൈര്യം കുറവാണ്. അപ്പൊ ഇവരുടെ ഒരു ലവ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 100% ഉണ്ട്, എന്നാൽ അവർ പ്രകടിപ്പിക്കുന്നത് ഒരു 70 to 80% ഇടയിലുള്ള ഒരു സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ഒരു ലവ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു 70 to 80% എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. Clues related to this reading. Okay, first clue 1990 എന്ന് പറയുന്ന ഒരു വർഷമാണ്. സെക്കൻഡ് ക്ലൂ നവംബർ മന്ത് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വിത്തിൻ 72 hours എന്ന് പറയുന്ന പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്പർ 48 നമുക്കിവിടെ കിട്ടുന്നു. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലവബിൾ, വളരെ ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആകാം. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് കിട്ടുന്നു. ലെറ്റർ ജെ കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാകാം. 2004. അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാം. ടീ ലവർ, ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാം. 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ 9 കൂടെ കിട്ടുന്നു. കണ്ണൂർ ജില്ല, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കൈൻഡ്നസ്. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 56. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 1987 നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 43. 322 എന്ന് പറയുന്ന റേഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നു. ഓക്കെ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 47. ഈഗോ. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. യോഗയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ യോഗ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കാം. നമ്പർ 23 ആണ് നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടുന്ന ഒരു ക്ലൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസ് ഒക്കെ നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് ആദ്യം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസും കൂടെ റെസിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 80% ഈ ഒരു ജനറൽ റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്തു എന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ
ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റീഡിംഗ് നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സെക്കൻഡ് പയലിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് ഇനിയുള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എത്ര ശതമാനം സ്നേഹമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ശരിക്കും ഒരു ഫയർ എനർജി ആണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടൊപ്പം അവർ ഉള്ളപ്പോഴൊന്നും തന്നെ അവർക്ക് ഒരിക്കലും ഒരു ബോറായിട്ട് തോന്നിയിട്ടില്ല. വളരെയധികം സ്നേഹം കത്തി നിന്നിരുന്ന പോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വളരെയധികം ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ത്രില്ല് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു പൊസസീവ്നെസ് എനർജി ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നീ എൻ്റേത് മാത്രമാണ് എന്നൊരു ആഴത്തിലുള്ള ഫീലിങ്സ്. എന്നാൽ അതേസമയം തന്നെ അവർക്ക് ഒരു സ്റ്റെബിലിറ്റി കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു കളിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേഫുൾ ആയിട്ട് അവർ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോടൊപ്പം മൂമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനും അതുപോലെ ചിരിക്കാനും കളിക്കാനും ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്യാനും ഒക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ ഒരു ഡീപ്പ് കമ്മിറ്റ്മെന്റിനേക്കാൾ ആഴം കുറഞ്ഞ ഒരു ഫൺ ആണ് ഇവിടെ നമുക്ക് എടുത്തു കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ പ്യുവർ ഒരു അൺകണ്ടീഷണൽ ലവിനേക്കാൾ ഒരു അൺസ്റ്റേബിൾ പാഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു സ്റ്റേബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു പാഷനാണ് കാണാനായിട്ട് വരുന്നത്. അതായത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒരു ലോങ് ടൈം ഡെപ്തിലേക്ക് എത്താനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അത് ഒരു നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ലോങ് ടൈം ഡെപ്തിലേക്ക് ഈ റിലേഷൻഷിപ്പ് എത്താനുള്ള ചാൻസ് ഉണ്ടാകും. പിന്നെ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഒരു 50 to 60 ഇടയ്ക്കാണ് ഒരു ലവ് പെർസെൻറ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഒരു 50-നും 60% ഇടയ്ക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ടുഡേ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. നമുക്ക് പോസിബിലിറ്റി ആണ് വരുന്നത്. യെസ് പോസിബിൾ എന്നാണ് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സെക്കൻഡ് സ്റ്റെഡ് ഇട്ടിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. റെയിൻബോ സയൻസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസ് ഒക്കെ കാണുന്നുണ്ടാകാം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. എറണാകുളം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്നുള്ള ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളും ഈ ഒരു റിലേഷൻഷിപ്പിന് ആലപ്പുഴ ജില്ലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇടുക്കി ഡിസ്ട്രിക്റ്റ് അതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 11 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ ആണ് ഇവിടെ കിട്ടുന്നത്. പെറ്റ് ലവേഴ്സ്, ഒത്തിരി പെറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്പർ 1 കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ് നമുക്ക് കിട്ടുന്നു. അതുപോലെ നമ്പർ 45 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ മാറ്റം റെയിൻബോ സയൻസ് നമ്മൾ കണ്ടിരുന്നു, അതൊരു മാറ്റത്തിന്റെ സൈനാണ്. പിന്നെ ലൈഫ് ചേഞ്ച് എന്ന് ഡയറക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 50 to 60% ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഇത് കുറച്ചും കൂടി പേഷ്യൻസോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഡെപ്തിലേക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ലൈഫ് ചേഞ്ച് ആകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് ഇപ്പോൾ പയൽ 2 സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പയൽ 3 സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പയൽ 3 സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു
കാം ആയിട്ടുള്ള ഡീപ്പ് ആൻഡ് സോൾഫുൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. വളരെ ശാന്തമായ രീതിയിൽ എന്നാൽ നല്ല ആഴത്തിലുണ്ട് ഒരു ആത്മാവുകൾ തമ്മിലുള്ള ആത്മബന്ധം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും ഫ്യൂച്ചറിൽ കൂടെ ഉണ്ടാകണമെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ പലപ്പോഴും നിങ്ങളോടൊപ്പമുള്ള ഒരു ഫ്യൂച്ചർ ഡ്രീം ഒക്കെ കാണുന്നുണ്ട്. ഫാമിലി ആയിട്ട് പോകുന്നതും കുടുംബമായി ചേർന്ന് നിങ്ങളുമായി ഒരുമിച്ച് പോകുന്നതും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി തന്നെ പോകുന്നതും ലോങ് ടൈം കമ്മിറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതും ഒക്കെ ഇതൊക്കെ അവരുടെ ഒരു സ്വപ്നമാണ്. അപ്പൊ അതുപോലെ ഫ്യൂച്ചറിൽ അവർക്ക് ഒത്തിരി പ്ലാനുകളുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ലൈഫ് പാർട്ട്ണറായി വരണമെന്ന് അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രഡീഷണൽ പരമായിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ട്. മാരേജിന്റെ വൈബൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഫ്രഷ് ലവ് പോലെ ഒരു പ്യുവർ ഓവർഫ്ലോയിങ് ഇമോഷൻ ഉണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് എന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു പ്യുവർ ലവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി വളരെ സ്ലോ ആയി നിങ്ങളിലേക്ക് വരും, പക്ഷെ അവരുടെ സ്നേഹം ആഴത്തിൽ ഉറച്ചതാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫയൽ 3 സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ, ലവ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 85 to 95% ഉണ്ട് എന്നാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫയൽ 3 സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് 85-നും 95-നും ഇടയ്ക്കുള്ള ഒരു പെർസെൻറ്റേജ് ആണ് നിങ്ങളോട് അവർക്കുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയൽ 3 സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1986 എന്ന് പറയുന്ന ഒരു വർഷമാണ്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതുപോലെ 1980 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. 2005 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഹോണസ്റ്റ്, കോട്ടയം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകൾ ആകാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതുപോലെ ബേക്കിംഗ് ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളാകാം, അല്ലെ ബേക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രോയിങ്, പടമൊക്കെ വരയ്ക്കുന്ന ആളുകളായിരിക്കാം. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 21 ലോങ് ഹെയർ, നീളമുള്ള ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 12 ലെറ്റർ വി സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ടോക്കറ്റീവ്, നല്ല രീതിയിൽ ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 1991 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ്, സാമ്പത്തികപരമായ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1979 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. ഗെയിമിങ്ങിനോട് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ഡ്രൈവർ, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണായിട്ട് ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്പർ 33, നമ്പർ 30. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ ഈ ഒരു 3 ഫയൽസിൽ ഏതെങ്കിലും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.